ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ പുണ്യപാദപീഠത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ കേൾക്കുവാനും അത് ഗ്രഹിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തക്കവണ്ണം പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുവചനം അവിടുന്ന് ആഗ്രഹിക്കുന്ന പ്രകാരം സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അടിയനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ അതരത്തെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം ജയത്തിൻ്റേതായ ജീവിതമാണ്. ജയവീരനായ യേശുവാണ് നമുക്ക് നായകനായിട്ടുള്ളത്. അവിടെ പോരാടി ഞാനും നിങ്ങളും ജയിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങേണ്ടതാണ്. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ അവൻ്റെ ശക്തി കൊണ്ടോ അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റേതായ കഴിവ് കൊണ്ടോ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ജയം കൈവരിക്കുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. കർത്താവ് ജയിച്ചവനാണ്. ആ ജയിച്ചവനായ കർത്താവിനെയാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ആ കർത്താവിനെ നോക്കിക്കൊണ്ടാണ് യാത്ര ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ട്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ജയിക്കണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ കർത്താവ് വീണ്ടും നമ്മുടെ അടുക്കിലേക്ക് വരും. എന്തിനു വേണ്ടി? ഈ ജയിക്കുന്നവനെ ചേർക്കുവാൻ തക്കവണ്ണം കർത്താവ് വീണ്ടും ഈ ഭൂമിയിലേക്ക് കടന്നു വരും. അപ്പോൾ നമുക്ക് സ്ഥലമൊരുക്കുവാനാണ് അവൻ പോയിരിക്കുന്നത്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പോരാടി ജയിക്കണം. പോരാടി ജയിക്കുന്നവനെ സ്വീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് വീണ്ടും ഈ ഭൂമിയിലേക്ക് കടന്നു വരും. ഒരു വലിയ പ്രത്യാശയാണ് ക്രിസ്തീയ ജീവിതത്തിനുള്ളത്. എന്നാൽ പലപ്പോഴും ഞാനും നിങ്ങളും ഈ ജയത്തെക്കുറിച്ച്, ക്രിസ്തീയ കാഴ്ചപ്പാടുകളെക്കുറിച്ചോ ചിന്തിക്കുന്നവരല്ല. ഈ ലോകത്തിൽ ചില സമ്പത്തുകൾ വർദ്ധിപ്പിക്കുവാനും അല്ലെങ്കിൽ ദൈവം ഈ ഭൂമിയിൽ തരുന്ന ആയുസ് നമ്മുടെ സുഖങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും തക്കവണ്ണമാണ് പലപ്പോഴും ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്നോ ആ പദ്ധതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക വിജയത്തിനു വേണ്ടി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഒരുങ്ങുന്നവരായി ഞാനും നിങ്ങളും പലപ്പോഴും തീരുന്നില്ല. അങ്ങനെ ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ ക്രിസ്തീയ ജീവിതം പോരാടി ജയിക്കേണ്ട ഒരു ജീവിതമാണ്. ഒരു ദൈവ പൈതൽ അവൻ യുദ്ധക്കളത്തിലാണ്. യുദ്ധക്കളത്തിൽ അവൻ ഒരിക്കലും ഒരുക്കമില്ലാതെ കടന്നു പോകുവാൻ തക്കവണ്ണം അവന് കഴിയുകയില്ല. അവൻ ഊർജ്ജസ്വലനായിരിക്കണം, അവൻ ശ്രദ്ധാലുവായിരിക്കണം.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ജയവീരനായ യേശു നമുക്ക് നായകനായിട്ടുണ്ട്. അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഈ യുദ്ധക്കളത്തിൽ പോരാടി ജയിക്കുവാൻ തക്കവണ്ണം ഒരു ദൈവ പൈതലിന് കഴിയണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കുറിച്ച് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓട്ടക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുവെങ്കിലും ഒരുവൻ മാത്രമേ സമ്മാനം നേടുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ സമ്മാനം നേടുവാൻ തക്കവണ്ണം ഓടുവിൻ. അപ്പോൾ ഈ ഓട്ടക്കളത്തിൽ ഞാനും നിങ്ങളും ഓടേണ്ടത് ജയിക്കുവാനാണ്. ജയമല്ലാതെ നമുക്ക് മറ്റൊരു മാർഗമില്ല. നമ്മെ സംബന്ധിച്ച് ജയിക്കണം. അതെങ്ങനെ ജയിക്കണം? പോരാടി ജയിക്കണം. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ എങ്ങനെയാണ്? അവൻ ശ്രദ്ധയോടുകൂടിയാണ് ഓടുന്നത്. അവന് ചില നിയമങ്ങളുണ്ട്. അവൻ അവൻ്റേതായ ട്രാക്കിലൂടെ മാത്രം ഓടിയാലേ അവന് വിജയം കൈവരിക്കുവാൻ കഴിയുകയുള്ളൂ. ആ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അവൻ ഓട്ടക്കളത്തിൽ ഓടുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഇത് മാത്രമല്ല, ഓട്ടക്കളത്തിൽ ഓടുന്നവൻ ഒരിക്കലും നടന്നല്ല പോകുന്നത്, അവൻ ഓടുകയാണ്. ആത്മീയ ജീവിതം ഈ പ്രകാരമാണ് എന്നാണ് അപ്പോസ്തലൻ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഞാനും നിങ്ങളും ഇത് തിരിച്ചറിയുന്നില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരറിവ് നമുക്കില്ല. എന്താണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെന്നും ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറത്തേക്ക് എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നും എവിടെയാണ് ഞാനും നിങ്ങളും എത്തിത്തീരേണ്ടത് എന്നും ആ ലക്ഷ്യം മനസ്സിലാക്കിയിട്ട് വേണം ഓട്ടക്കളത്തിൽ ഓടുവാൻ. ഒരു ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ട്. അത് മനസ്സിലാക്കിയാണ് ഓട്ടക്കളത്തിൽ ഓടുന്നത്. അവൻ ലക്ഷ്യമില്ലാതെ അല്ല ഓടുന്നത്. അവന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ തക്കവണ്ണമാണ് ഓട്ടക്കളത്തിൽ ഓടുന്നത്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ആ പ്രകാരമുള്ള ഒരു ജീവിതമായിരിക്കണം നയിക്കേണ്ടത്. നമുക്ക് ജയിക്കണം. ജയവീരനായ യേശുവിനെയാണ് ഞാനും നിങ്ങളും ഫോളോ ചെയ്യുന്നത്. അവനെയാണ് ഞാനും നിങ്ങളും അനുഗമിക്കുന്നത്. ഇവിടെ ലവോദിക്യ സഭയോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. എല്ലാ സഭകളെക്കുറിച്ചും കർത്താവിന് നല്ല കാര്യങ്ങൾ പറയുവാനുണ്ടായിരുന്നു. കർത്താവ് എപ്പോഴും നല്ല കാര്യങ്ങൾ പറയുന്നവനാണ്. എന്നാൽ നമ്മുടെ കുറവുകളെ അവൻ കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു ദൈവമാണ്. എന്തിനു വേണ്ടിയാണ് അവൻ കുറവുകളെ കാണിച്ചു തരുന്നത്? നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറിയവനാക്കുവാനല്ല, പിന്നെയോ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുവാൻ തക്കവണ്ണം, നമുക്ക് പ്രോത്സാഹനം നൽകുവാൻ തക്കവണ്ണം നമ്മുടെ കുറവുകളെ കാണിച്ചു തന്നുകൊണ്ട് ഈ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ മറ്റു സഭകളെക്കുറിച്ചൊക്കെയും പറയുമ്പോൾ നല്ല കാര്യങ്ങൾ പറയുവാൻ കർത്താവിനുണ്ടായിരുന്നു. എന്നാൽ ലവോദിക്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവരെക്കുറിച്ച് പറയുവാൻ ഒരു നല്ല കാര്യവും കർത്താവിനില്ലായിരുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ലാത്ത ഒരവസ്ഥ. എൻ്റെയും നിങ്ങളുടെയും ജീവിതം എങ്ങനെയുള്ളതാണ്? നാം ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷെ നാം ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്, ദേവാലയങ്ങളിൽ കൃത്യമായി പോകുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, നോമ്പും ഉപവാസമൊക്കെയും കൃത്യമായും ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റേതായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നില്ല എങ്കിൽ ഞാനും നിങ്ങളും ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്തൊരവസ്ഥയാണ്.
അവിടെ കർത്താവ് പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും, നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. നമുക്കറിയാം, നാം ഒക്കെയും ചൂടുവെള്ളം കുടിക്കുന്നവരാണ്, അല്ലെങ്കിൽ ചായയും കാപ്പിയും കുടിക്കുന്നവരാണ്. ആ ചായക്കും കാപ്പിക്കും ചൂടില്ല എന്നുണ്ടെങ്കിൽ, അത് തണുത്തിരിക്കുന്നതാണ് എങ്കിൽ എന്താണ്, അതിന് രുചി ഉണ്ടാവുകയില്ല. അത് എന്തിനു വേണ്ടി നാം കുടിക്കുന്നുവോ ആ ഫലം നമ്മളിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ അത് തണുത്തിരിക്കുന്നത് കൊണ്ട്, അതിന് ചായയുടേതായ കോഫിയുടേതായ രുചിയില്ലാത്തത് കൊണ്ട്, അതിന് ചൂടില്ലാത്തത് കൊണ്ട്, അത് തണുത്തിരിക്കുമ്പോൾ എന്തു ചെയ്യും? നാം അത് തുപ്പിക്കളയും. കാരണം നമ്മുടെ വായ്ക്കത് രുചി വരുത്തുന്നില്ല. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്തവനാകയാൽ ഞാൻ എന്തു ചെയ്യും? ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. കർത്താവ് ഇതൊക്കെയും പറയുമ്പോൾ ലവോദിക്ക സഭയ്ക്ക് വലിയ സാക്ഷ്യങ്ങളാണ് അവരെക്കുറിച്ചുള്ളത്. അവരെന്താണ് സാക്ഷ്യം പറയുന്നത്? ഇങ്ങനെയൊക്കെ കർത്താവ് പറയുന്നുവെങ്കിലും അവരുടെ സാക്ഷ്യം എന്താണ്? അടുത്ത വാക്യം, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മതി, എനിക്കൊന്നിനും മുട്ടിലില്ല. അപ്പോൾ ഈ സഭയെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം, നിങ്ങളുടെ ദൈവിക അനുഭവങ്ങൾ എന്താണ് എന്ന് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഒരു അവസരം കൊടുക്കുമ്പോൾ അവരുടെ സാക്ഷ്യം എന്താണ്? ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല, ദൈവമാണ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത്, ദൈവം എനിക്ക് സമ്പത്ത് നൽകിയിരിക്കുന്നു, സമൂഹത്തിൽ എനിക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നു, പള്ളിയിലും ഇടവകളിലും ഒക്കെയും എനിക്ക് സ്ഥാനമാനങ്ങളുണ്ട്, എനിക്ക് ഉന്നതമായ വിദ്യാഭ്യാസമുണ്ട്, സർവശക്തനായ ദൈവമാണ് ഇതൊക്കെയും എനിക്ക് തന്നിരിക്കുന്നതെന്ന് ഞാനും നിങ്ങളും സാക്ഷ്യം പറയും. ലോകത്തിൻ്റെ മുമ്പിൽ ഈ സാക്ഷ്യങ്ങൾക്കൊക്കെയും നമുക്ക് നല്ല മാർക്ക് ലഭിക്കും. നമുക്ക് സ്വയമായി ഇങ്ങനെയൊക്കെയും പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാകും. ഇവിടെ ലവോദിക്ക സഭയും ഇങ്ങനെ സാക്ഷ്യം പറയുകയാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ധനവാനാണ്, എനിക്ക് ഒരു കാര്യത്തിനും മുട്ടില്ല, എൻ്റെ ദൈവമാണ് എന്നെ വഴി നടത്തുന്നത്, എൻ്റെ ദൈവമാണ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതെന്ന് അവൻ വലിയ ശക്തിയോടെ സാക്ഷ്യം പറയുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ദൈവം എന്താണ് അവരെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം? അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്. നമുക്ക് പല സാക്ഷ്യങ്ങളുണ്ട്, നമുക്ക് പലതും ഈ സമൂഹത്തിൽ പറയുവാനുള്ള സ്ഥാനമാനങ്ങളുണ്ട്, പലതുമുണ്ട്. പക്ഷേ ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഒരു ദൈവമായി തന്നെ കഴിയണം. ഇവിടെ ലവോദിക്ക സഭയെക്കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യം എന്താണ്? എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും. അതെ, ദൈവം പറയുകയാണ്, നീ പറയുന്നു നീ സമ്പന്നനാണ്, നിനക്കൊന്നിനും മുട്ടില്ല, നീ ധനവാനാണെന്നൊക്കെ നീ പറയുന്നു. പക്ഷെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നെ കുറിച്ച് ദൈവം പറയുകയാണ്, നീ നിർഭാഗ്യവാനാണ്, നീ അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ് എന്ന് നീ അറിയുന്നില്ല. പക്ഷെ അവൻ്റെ സാക്ഷ്യം എന്താണ്? ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും കുറവില്ല എന്ന് ലവോദിക്ക സഭ സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, നീ നിർഭാഗ്യവാനാണ്, നിനക്ക് ഭാഗ്യമില്ലാത്തവനാണ്. നീ പറയുന്നു നീ സമ്പന്നനാണെന്ന്, പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ നിന്നെ നോക്കുമ്പോൾ നീ നിർഭാഗ്യവാനാണെന്നാണ് പറയുന്നത്. പിന്നെയോ, നീ അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്. നീ പറയുന്നു നീ സമ്പന്നനാണെന്ന് നീ പറയുന്നു, പക്ഷെ ഞാൻ നിന്നെ നോക്കുമ്പോൾ നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നിന്റെ കണ്ണിന് കാഴ്ചയില്ല, നീ നഗ്നനാണ്, നീ വലിയ വസ്ത്രം ധരിക്കുന്നുണ്ട്, നീ സമൂഹത്തിന്റെ മുമ്പിൽ നിനക്ക് സ്ഥാനമാനങ്ങളുണ്ട്, ദേവാലയങ്ങളിൽ നിനക്ക് മുഖ്യാസനങ്ങളുണ്ട്, പക്ഷേ ദൈവം പറയുന്നു നീ നഗ്നനാണ് എന്ന് ദൈവം പറയുന്നു. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ഈ രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് ചില ചിന്തകളുണ്ട്. എന്നാൽ ദൈവം എന്താണ് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞാനും നിങ്ങളും എങ്ങനെയാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന പ്രകാരം തിരിച്ചറിയുവാൻ കഴിയണം.
ദൈവത്തിൻ്റെ തിരുവചനം ഒരു കണ്ണാടിയാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ആ കണ്ണാടിയിലൂടെ ഞാനും നിങ്ങളും നോക്കണം. വചനമാകുന്ന കണ്ണാടിയിലൂടെ ഞാനും നിങ്ങളും നോക്കുമ്പോൾ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും സർവശക്തനായ ദൈവം എന്താണ് പറയുന്നത് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഓരോ വചനഘോഷണങ്ങളും അതിന് കാരണമായി തീരണം. ഇവിടെ കർത്താവ് പറയുന്നു, നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണെന്ന് നീ അറിയാകിയാൽ. അതിന്റെ അടുത്ത വാക്യം, നീ സമ്പന്നനാകേണ്ടതിന് നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാക്കാത്തവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. അപ്പോൾ ദൈവം അവനൊരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ്. നിന്റെ സമ്പന്നത കൊണ്ടൊന്നും നിനക്ക് വിജയിക്കുവാൻ കഴിയുകയില്ല. നിനക്ക് ജയം പ്രാപിച്ച് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിനക്ക് ഇരിക്കുവാൻ കഴിയണമെങ്കിൽ നിന്റെ സമ്പന്നത കൊണ്ട് പറ്റുകയില്ല. പിന്നെയോ നീ എങ്ങനെ സമ്പന്നനാകണം? ദൈവീക വിഷയങ്ങളിൽ നീ സമ്പന്നനാകണമെന്ന് കർത്താവ് പറയുകയാണ്. അതിനെക്കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അവിടെ ഒരു ധനവാനായ മനുഷ്യനോട് കർത്താവ് ഒരു വാക്യം ചോദിക്കുന്നുണ്ട്. ദൈവമോ അവനോട് പോഷ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? ഒരു സമ്പന്നനായ മനുഷ്യൻ അവന് വലിയ സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ്. അവൻ ഓൾറെഡി ധനവാനായിരുന്നു. വായിച്ചേട്ട ഉമ്മയുടെ ആദ്യം മുതൽ ഒരു ഉപമ അവരോട് പറഞ്ഞത് ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി സമൃദ്ധമായി വിളഞ്ഞു. ധനവാനായ മനുഷ്യനായിരുന്നു, അവന്റെ ഭൂമി സമൃദ്ധമായി വിളഞ്ഞു. അപ്പോൾ അവൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം തികയില്ലല്ലോ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും. എന്റെ കളപ്പുരകൾ ഞാൻ പൊളിച്ച് വലുതായി പണിത് എന്റെ എല്ലാ വിളവും വസ്തുവകയും അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എനിക്ക് എന്നോട് തന്നെ നിനക്ക് അനേക വർഷങ്ങളിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. എനിക്ക് അനേക വർഷങ്ങൾക്ക് ആവശ്യമായിരുന്ന വിഭവങ്ങൾ സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഇവിടെ സമ്പന്നനായ ഒരു മനുഷ്യനെ നാം കാണുകയാണ്. അവൻ ഓൾറെഡി സമ്പന്നനായിരുന്നു. പക്ഷെ അവന്റെ കൃഷിയിടങ്ങൾ വീണ്ടും സമൃദ്ധിയായി വിളഞ്ഞപ്പോൾ അവൻ വീണ്ടും ധനവാനായി തീരുകയാണ്. അപ്പോൾ അവൻ്റെ സമ്പത്ത് മുഴുവൻ എന്തു ചെയ്യണമെന്ന് അവൻ അറിയുകയില്ല. അവൻ തൻ്റെ കളപ്പുരകൾ പൊളിച്ച് പുതിയതായി പണിത് അവൻ തിന്നും കുടിച്ചും ആനന്ദിക്കുവാൻ തക്കവണ്ണം അവൻ്റെ ഉള്ളിൽ ചിന്തിക്കുകയാണ്. അവൻ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് സർവശക്തനായ ദൈവം അവനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ദൈവമോ അവനോട് പോഷ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? അവനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ രാത്രി ഞാൻ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കുമ്പോൾ നീ എന്തു ചെയ്യും? നീ ഒരുക്കി വെച്ചത് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ അവന് മറുപടിയില്ല. ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ ആ ചോദ്യത്തിന്റെ മുമ്പിൽ ആ സഹോദരന് മറുപടിയില്ല എന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിയണം. നീ ഒരുക്കി വെച്ചത് ആർക്കാകുന്നു? ഫോക്ഷ എന്നാണ് സർവശക്തനായ ദൈവം വിളിക്കുന്നത്. ലവോദിക്ക സഭയിലെ ജനം പറയുന്നു, ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും കുറവില്ല, എനിക്ക് മുട്ടില്ല എന്ന് പറയുന്നു. ഇവിടെയും ഈ ധനവാനായ മനുഷ്യൻ പറയുന്നു, ഞാൻ എൻ്റെ കളപ്പുരകൾ പൊളിച്ച് പണിത് ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ ആനന്ദിക്കും. പക്ഷെ ദൈവം ചോദിക്കുന്നു, ഈ രാത്രിയിൽ നിന്റെ പ്രാണനോട് ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ എന്തു ചെയ്യും? അവൻ ഉത്തരമില്ല. ആ ചോദ്യത്തിന് മുമ്പിൽ അവൻ ഉത്തരമില്ല. അവൻ ദൈവിക വിഷയങ്ങളിൽ സമ്പന്നനാകുവാൻ തക്കവണ്ണം അവൻ പരിശ്രമിച്ചില്ല. എന്റെ അടുത്ത വാക്യം പറയുന്നുണ്ട്, ദൈവ വിഷയങ്ങളിൽ സമ്പന്നനാകാതെ തനിക്കു തന്നെ വേണ്ടി നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അപ്പോൾ ദൈവം തരുന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് ഉപകാരമില്ലാതെ
സ്വയം ആനന്ദിക്കുവാനും സ്വയം കുടിക്കുവാനും തക്കവണ്ണം ചിന്തിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുന്നവനെ സർവശക്തനായ ദൈവം വിളിക്കുന്നത്, അവനെ ഭോക്ഷ എന്നാണ് വിളിക്കുന്നത്. നീ നിർഭാഗ്യവാൻ എന്നാണ് സർവശക്തനായ ദൈവം നമ്മെ വിളിക്കുന്നത്. അതുകൊണ്ട് ഈ രാത്രി ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ തിരുവചനം ഈ രാത്രി കേൾക്കുമ്പോൾ ദൈവീക വിഷയങ്ങളിൽ സമ്പന്നനാകുവാൻ തക്കവണ്ണം, ജയം കൈവരിക്കുവാൻ തക്കവണ്ണം, ആ ജയവീരനായ യേശുവിനോടൊപ്പം നമുക്ക് ഓട്ടമോടണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവീക വിഷയങ്ങളിൽ സമ്പന്നനായിട്ട് തീരണം. ലോകത്തിൽ സമ്പന്നനാകുവാനല്ല ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത്. സഹോദര സഹോദരി, നമുക്ക് എത്ര പേർക്ക് അതിനു വേണ്ടി കഴിയുന്നുണ്ട്? എത്ര പേർ ദൈവീകമായ വിഷയങ്ങളിൽ സമ്പന്നനാകാൻ ശ്രമിക്കുന്നുണ്ട്? ആത്മീയമായി വളർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം എത്ര പേർ പരിശ്രമിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നി വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ സഞ്ചരിപ്പാൻ തക്കവണ്ണം എത്ര പേർ പരിശ്രമിക്കുന്നുണ്ട്? ദൈവത്തിനോട് ഒരുപടി അടുക്കുവാൻ തക്കവണ്ണം, ആ മഹാപരിശുദ്ധനായ ദൈവത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം എത്ര പേർ പരിശ്രമിക്കുന്നുണ്ട്? 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. ആരാണ് ഭാഗ്യവാൻ? ദൈവത്തെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പക്ഷെ ലോകം നമ്മെ വിളിക്കുന്നത് വലിയ സമ്പത്തുള്ള മനുഷ്യനെയാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് നേരെ എതിരാണ് ലോകത്തിൻ്റെ പ്രമാണങ്ങൾ. അതുകൊണ്ട് ഞാനും നിങ്ങളും എന്തു ചെയ്യണം? ലോകത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ടല്ല യാത്ര ചെയ്യേണ്ടത്. നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല കാര്യങ്ങൾ ഞാനും നിങ്ങളും കാണും. അത് കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാനല്ല, അകക്കണ്ണുകൾക്ക് നമുക്ക് പ്രകാശമുണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അകത്തൊരു മനുഷ്യനുണ്ട്. അകത്തെ മനുഷ്യനെ നമുക്ക് ബലമുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം കഴിയണം. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളവ അന്വേഷിക്കുവിൻ. ആ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളവയല്ല, ഉയരത്തിലുള്ളവ തന്നെ ചിന്തിക്കുവിൻ. ആ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. അപ്പൊ എന്താണ് ഞാനും നിങ്ങളും അന്വേഷിക്കേണ്ടത്? ഉയരത്തിലുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം, ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ഒരു സമ്പന്നനായ മനുഷ്യൻ ദൈവീക വിഷയങ്ങളിൽ സമ്പന്നനാകുവാൻ തക്കവണ്ണം അവൻ അന്വേഷിക്കേണ്ടത് ആരെയാണ്? ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അവൻ്റെ ചിന്ത എന്തായിരിക്കണം? ഉയരത്തിലുള്ളതിനെ കുറിച്ചായിരിക്കണം ചിന്ത. നീ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ലക്ഷ്യസ്ഥാനം നമുക്കുണ്ട്. അവിടെ എത്തണമെങ്കിൽ ഉയരത്തിലേക്ക് നോക്കുവാൻ തക്കവണ്ണം കഴിയണം. ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കണ്ണുകൾ നോക്കുകയല്ല, അടുത്തിരിക്കുന്നവരെ കുറിച്ച് നോക്കുകയല്ല. പിന്നെയോ നാം നോക്കേണ്ടത് ആ കാൽവറിയിൽ നമുക്ക് യാഗമായി തീർന്ന യേശുവുണ്ട്. പിശാചിനെ തോൽപ്പിച്ച് ജയം നേടിയ യേശുവുണ്ട്. ജയവീരനായ ഒരു യേശുവുണ്ട്. ആ യേശുവിനെ നോക്കിക്കൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ഉയരത്തിലുള്ളത് ചിന്തിച്ച് ദൈവീക വിഷയങ്ങളിൽ സമ്പന്നനാകുവാൻ തക്കവണ്ണം ഒരു ദൈവവേദന കഴിയണം. ഞാനും നിങ്ങളും ജയിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. നമ്മുടെ ജീവിതം ജയമുള്ള ജീവിതമായിരിക്കണം. ജയമുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അവനിൽ ഫലങ്ങളുണ്ടാകും. അവൻ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവനായിരിക്കും. ആർക്ക് വേണ്ടി അവൻ ഫലങ്ങൾ പുറപ്പെടുവിക്കും? കർത്താവിന് വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവനായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും അവൻ എന്ത് വിശ്വസിക്കും? എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അവൻ ആരോടാണ് ഒട്ടി നിൽക്കുന്നത്? അവൻ യേശുവിനോടാണ് ഒട്ടി നിൽക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇവിടെ പറയുന്നുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാക്കുന്നു. കായ്ക്കാത്ത കൊമ്പുകളെ അവൻ വെട്ടിക്കളയുന്നു, കായ്ക്കുന്ന കൊമ്പിനെ അധികം ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ചെത്തിവെടുപ്പാക്കുന്നു.
ദൈവത്തിൻ്റെ ജനമേ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ കഷ്ടതകളുണ്ടാകാം, ഭാരങ്ങളുണ്ടാകാം. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെയും ഉണ്ടാകാം. പക്ഷേ അത് നമ്മെ നശിപ്പിക്കുവാനല്ല, പിന്നെയോ നമ്മെ ജയിപ്പിക്കുവാൻ തക്കവണ്ണം, നല്ല ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണമാണ് ചെത്തിവെടുപ്പാക്കുന്നത്. ചെത്തുമ്പോൾ അത് വളരെ വേദനകളുണ്ടാകും. നമുക്ക് തോന്നും ദൈവം ഇല്ലേ എന്ന് തോന്നും. ജീവിതത്തിൽ ചില അനിഷ്ടങ്ങളുണ്ടാകുമ്പോൾ, ചില ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാടി മാടി കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും തോന്നും ദൈവം ഇല്ലയോ എന്ന് തോന്നും. പക്ഷേ അവിടെ പതറിപ്പോകരുത്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അവൻ നമ്മെ ചെത്തുമ്പോൾ അത് നശിപ്പിക്കുവാനല്ല, പിന്നെയോ നമ്മെ അധികം ഫലം പുറപ്പെടുവിപ്പാൻ തക്കവണ്ണമാണ് അവൻ നമ്മെ ചെത്തുന്നത്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മൾ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഓരോ ദൈവവൈതലിനെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളെ നശിപ്പിക്കുവാനല്ല എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ലവോദിക്യ സഭയോട് കർത്താവ് പറയുന്നു, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവ് ജയിച്ച് പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ഞാനും നിങ്ങളും ജയിച്ച് കർത്താവിനോടൊപ്പം അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കണം. ആ പ്രകാരം ഇരിക്കുവാനും ദൈവിക വിഷയങ്ങളിൽ സമ്പന്നനായി ജയോത്സവനായ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഒരുപോലെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച അങ്ങയുടെ എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. അവിടുന്ന് കർത്താവെ, ഞങ്ങളുടെ ജീവിതം ജയിച്ച് പോരാടുവാനുള്ളതാണ് എന്ന് അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി തന്നിരിക്കുമ്പോൾ കർത്താവെ, ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളും ദൈവിക വിഷയങ്ങളിൽ സമ്പന്നനായി കർത്താവെ ജയം കൈവരിപ്പാൻ തക്കവണ്ണം ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായ വരം ഞങ്ങൾക്ക് തന്ന്, ദൈവിക കൃപകൾ ഞങ്ങൾക്ക് തന്ന് ഈ ഓട്ടക്കളത്തിൽ ഓടി കർത്താവെ സമ്മാനം നേടുവാൻ തക്കവണ്ണം വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, വചനം കേട്ട ഓരോ മക്കളെയും അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോരാടി ജയിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കർത്താവെ ആ അമിത ബലം ദൈവമേ ഓരോ മക്കളുടെ മേലും അങ്ങയുടെ അഭിഷേകം പകർന്നു കൊടുത്ത് കർത്താവെ കൃപ എന്നാർപ്പോടുകൂടി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് അടിയനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയം കൈവരിപ്പാൻ തക്കവണ്ണം ദൈവമേ, അങ്ങയോടൊപ്പം കർത്താവെ ജയം കൈവരിച്ച് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് അടിയനെയും സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.